നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് നടത്തുവാനുള്ള സമയം ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, സ്ട്രേ വേക്കൻസി ഇങ്ങനെ 4 റൗണ്ടുകളിലായിട്ടാണ് കൗൺസിലിംഗ് ഉള്ളത്. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്ന കോളേജുകളും ആ കോളേജുകളിലുള്ള സീറ്റുകളും ആണ് ഇത്. MCCയുടെ വെബ്സൈറ്റിൽ സീറ്റ് മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അഹല്യാബായ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഇവിടെ 7 സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ളത്. ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റിലേക്കാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ 7 സീറ്റാണ് ഈ കോളേജിൽ ഉള്ളത്. ഭോപ്പാൽ നഴ്സിംഗ് കോളേജ്, ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ 40 സീറ്റാണ് ഉള്ളത്. ഡോക്ടർ RML ഹോസ്പിറ്റൽ, ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ 54 സീറ്റാണ് ഉള്ളത്. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗിൽ 2 ESIC കോളേജുകൾ ഉൾപ്പെടെ 10 കോളേജുകളാണ് പങ്കെടുക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ 12 സീറ്റാണ് ഉള്ളത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ 75 സീറ്റാണ് ഉള്ളത്. LHMC, ഇവിടെ 59 സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ ടോട്ടൽ ഉള്ളത്. RAK, ഇവിടെ 69 സീറ്റാണ് ഉള്ളത്. സഫ്ദർജംഗ് ഹോസ്പിറ്റൽ, ഇവിടെ 53 സീറ്റാണ് ഉള്ളത്. ESIC കോളേജ് കർണാടക ബാംഗ്ലൂർ, ഇവിടെ 30 സീറ്റ് വീതമാണ് 2 കോളേജിലും ഉള്ളത്. ESIC എംപ്ലോയീസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണ് ഈ കോളേജിൽ ഉള്ളത്. അഹല്യാബായ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഓൾ ഇന്ത്യ കോട്ടയിൽ 7 സീറ്റാണ് ഉള്ളത്. അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത്, അഡ്മിഷൻ സമയത്ത് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ 8470 രൂപയാണ് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. ഭോപ്പാൽ നഴ്സിംഗ് കോളേജ്, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഓൾ ഇന്ത്യ കോട്ടയിൽ 40 സീറ്റാണ് ഉള്ളത്. അഡ്മിഷൻ സമയത്ത് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ 8225 രൂപയാണ് നൽകേണ്ടത്. എല്ലാ കോളേജിലും മെസ് ഫീസ് സെപ്പറേറ്റ് ആണ്. ഏകദേശം 3000 രൂപയോളം മെസ് ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. ടെക്സ്റ്റ്, യൂണിഫോം എന്നിവയുടെ ഫീസുകളും സെപ്പറേറ്റ് ആണ്. ഇതുകൂടാതെ ഓരോ വർഷവും നൽകേണ്ട ഫീസിനെ കുറിച്ച് അഡ്മിഷൻ സമയത്ത് അവിടെ നിന്നും അറിയിക്കുന്നതാണ്. ഡോക്ടർ RML ഹോസ്പിറ്റൽ, ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ 54 സീറ്റാണ് ഉള്ളത്. 37,625 രൂപയാണ് അഡ്മിഷൻ സമയത്ത് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നൽകേണ്ടത്. മെസ് ഫീസ് സെപ്പറേറ്റ് ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ 12 സീറ്റ് മാത്രമാണ് ഉള്ളത്. അഡ്മിഷൻ സമയത്ത് 5700 രൂപയാണ് ഹോസ്റ്റൽ ഫീസും ഉൾപ്പെടെ നൽകേണ്ടത്. ഇത് 2023 ഫീസാണ്. ഈ വർഷത്തെ ഫീസിൽ മാറ്റമുണ്ടോ എന്നുള്ളത് ലിസ്റ്റിനകത്ത് വന്നിട്ടില്ല. LHMC, ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ 59 സീറ്റാണ് ഉള്ളത്. 7355 രൂപയാണ് അഡ്മിഷൻ സമയത്ത് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നൽകേണ്ടത്. RAK, ഇതും പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ 69 സീറ്റാണ് ഉള്ളത്. 24,285 രൂപയാണ് അഡ്മിഷൻ സമയത്ത് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നൽകേണ്ടത്. സഫ്ദർജംഗ് ഹോസ്പിറ്റൽ മൗലാന, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഓൾ ഇന്ത്യ കോട്ടയിൽ 53 സീറ്റാണ് ഉള്ളത്. അഡ്മിഷൻ സമയത്ത് 37,625 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നൽകേണ്ടത്. മെസ് ഫീസ് സെപ്പറേറ്റ് ആണ്. ESIC കോളേജ് കർണാടകയിലും ബാംഗ്ലൂരുമുണ്ട്. 2 കോളേജുകളാണ് ESIC എംപ്ലോയീസിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളത്. ഇവിടെ ടോട്ടൽ 30 സീറ്റ് വീതമാണ് ഓരോ കോളേജിലും ഉള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. 28,050 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. BHU വാരണാസി, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഓൾ ഇന്ത്യ കോട്ടയിൽ 75 സീറ്റ് ഉണ്ട്. 15,801 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. 1,29,600 രൂപയാണ് അഡ്മിഷൻ സമയത്ത് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നൽകേണ്ടത്. പന്നാദായി കോളേജ് ഓഫ് നഴ്സിംഗ്, ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. 32,000 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ ഒരു വർഷം നൽകേണ്ടത്. കസ്തൂർബ കോളേജ് ഓഫ് നഴ്സിംഗ്, പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. 85,850 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ നൽകേണ്ടത്. ശകുന്തള കോളേജ്, ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. 1,52,600 രൂപയാണ് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. ലക്ഷ്മിബായി ബത്ര കോളേജ്, ഇവിടെയും പെൺകുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ഉള്ളത്. 1,12,300 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. ഹിന്ദുറാവ് കോളേജ്, പെൺകുട്ടികൾക്ക് മാത്രമാണ് ഉള്ളത്.
85,850 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. അഡ്മിഷൻ സമയത്ത് നൽകേണ്ട ഫീസാണ് ഈ പറഞ്ഞത്. അതുകൂടാതെ ഓരോ വർഷവും ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. മെസ് ഫീസ് സെപ്പറേറ്റ് ആണ്, അത് എല്ലാ മാസവും നൽകണം. ഈ വീഡിയോയിൽ ഓരോ കോളേജിലും ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഫീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിൽ നിന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഇത്. ഓരോ കോളേജിലും ഓരോ വിഭാഗത്തിലും ഉള്ളവർക്ക് വേണ്ടി എത്ര സീറ്റുകൾ വീതമാണ് ഉള്ളത് എന്നും ടോട്ടൽ എത്ര സീറ്റാണ് ഉള്ളത് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. MCCയുടെ വെബ്സൈറ്റിൽ സീറ്റ് മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഓരോ വിഭാഗത്തിലും ഉള്ളവരുടെ സീറ്റുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാം. കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്റ്റേറ്റിലെ കോളേജുകൾ വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ ഓരോ കോളേജിലെയും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചോയ്സ് ഫില്ല് ചെയ്യുവാൻ. 4 റൗണ്ടാണ് കൗൺസിലിംഗ് ഉള്ളത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, നാലാമത്തേത് സ്റ്റേ വേക്കൻസിയാണ്. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിൽ ഒരു കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് എങ്കിൽ അവിടെ ജോയിൻ ചെയ്യാതെ ഇരിക്കാം. അങ്ങനെ ജോയിൻ ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെടുകയില്ല. രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. രണ്ടാമത്തെ റൗണ്ടിൽ ഒരു കോളേജ് കിട്ടിയതിന് ശേഷം അത് വേണ്ടെന്ന് വെക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നഷ്ടപ്പെടും. തേർഡ് റൗണ്ടിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റും അടയ്ക്കണം. തേർഡ് റൗണ്ടിൽ കോളേജ് ലഭിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാതെ ഇരുന്നാൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നഷ്ടപ്പെടും. കൗൺസിലിംഗിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. നാലാമത്തത് സ്റ്റേ വേക്കൻസിയാണ്. 1, 2, 3 റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്ത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നൽകി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 3 റൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ കോളേജ് ലഭിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാത്തവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ റൗണ്ടിൽ കോളേജ് ലഭിക്കുന്നവർക്ക് അവിടെ തന്നെ തുടരേണ്ടി വരും. വേറെ ഒന്നിലേക്ക് മാറാൻ സാധിക്കില്ല. സ്റ്റേ വേക്കൻസിയിൽ ഒരു കോളേജ് ലഭിച്ചാൽ അവിടെ ജോയിൻ ചെയ്യാതെ ഇരുന്നാൽ 2025 നീറ്റ് എക്സാം എഴുതുന്നതിൽ നിന്ന് ഡീബാർ ചെയ്യും. 4 റൗണ്ടുകളിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരികെ ലഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് തിരികെ ലഭിക്കില്ല. സെക്യൂരിറ്റി ഡിപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസും നിർബന്ധമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അടയ്ക്കണം. എവിടെ നിന്നാണോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് അതിലേക്ക് തന്നെയാണ് റീഫണ്ട് ചെയ്ത തുക വരുന്നത്. ജനറൽ വിഭാഗത്തിൽ 500 മാർക്കിന് മുകളിൽ ഉള്ളവരും OBC വിഭാഗത്തിൽ 470 മാർക്കിന് മുകളിലുള്ളവരും EWS വിഭാഗത്തിൽ 450 മാർക്കിന് മുകളിലുള്ളവരും SC കാറ്റഗറിയിൽ 400 മാർക്കിന് മുകളിലുള്ളവരും ST കാറ്റഗറിയിൽ 350 മാർക്കിന് മുകളിലുള്ളവരും PWD വിഭാഗത്തിൽ ഉള്ളതിൽ 300 മാർക്കിന് മുകളിലുള്ളവരും കൗൺസിലിംഗിൽ പങ്കെടുക്കണം. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ചോയ്സ് ഫില്ല് ചെയ്യുവാനും രജിസ്റ്റർ ചെയ്യുവാനുമുള്ള സമയം. അതിനു മുൻപായിട്ട് തന്നെ എല്ലാവരും ചോയ്സ് ഫില്ല് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.